ഹായ്, എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ബി എന്ന വെർബിന്റെ ഉപയോഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ബി എന്ന വെർബ് അതിന്റെ രൂപങ്ങളെ സാന്നിധ്യം, പ്രസൻസിനെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കും. നമ്മൾ പ്രസന്റ് ഫോമിലെ വാക്കുകളാണ് കാണുന്നത്. പ്രസന്റ് ഫോമിലെ 3 വാക്കുകളുണ്ട് ബിക്ക്. ആം, ഈസ്, ആർ. ഇവ മൂന്നിന്റെ അർത്ഥം ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ആം ഐക്ക് വേണ്ടി, ഈസ് സിംഗുലറിന് വേണ്ടി, ആറ് പ്ലൂരലിന് വേണ്ടി. ആറിന്റെ ഉപയോഗമാണ് നമ്മൾ കാണുന്നത്. ഞങ്ങൾ ഇവിടെയുണ്ട്, അത് നമ്മൾ കണ്ടു. വി ആർ ഹിയർ. ഞങ്ങൾ ഇവിടെയുണ്ട്. വി ആർ ഹിയർ. ഞങ്ങൾ ഇവിടെയാണ് എന്ന് മലയാളത്തിൽ പറയും. അപ്പൊ സാന്നിധ്യത്തെ കാണിക്കാൻ, പ്രസൻസ് കാണിക്കാൻ വേണ്ടിയാണ്. നമ്മൾ ഇന്ന് കാണുന്നത് ഇതിന്റെ ചോദ്യമാണ്. അപ്പൊ ഇംഗ്ലീഷ് ഭാഷയിൽ ചോദ്യം ഉണ്ടാക്കുന്ന രീതി നമുക്കറിയാം. വെർബിന്റെ ആദ്യത്തെ ഭാഗം കൊണ്ടൊന്ന് മുന്നിലിട്ടാൽ ചോദ്യമായി. എന്നാൽ ഇവിടെയുള്ള പ്രശ്നം, ഇവിടെ ഒരു വാക്കേ ഉള്ളൂ, ആർ എന്നുള്ള വാക്ക്. നേരത്തെ ക്ലാസ്സുകളിൽ കണ്ടു. അതായത് ചോദ്യം ഉണ്ടാക്കാനും നെഗറ്റീവ് ഉണ്ടാക്കാനും വെർബിന് ഒരു വാക്കേ ഉള്ളെങ്കിൽ അതിനെ രണ്ടായിട്ട് മുറിക്കും. എന്നിട്ട് ആദ്യത്തെ കഷ്ണം കൊണ്ടൊന്ന് മുമ്പിലിടുമെന്നൊക്കെ നേരത്തെ കണ്ടു. ഡസ് ഗോ, ഡിഡ് ഗോ, ഡു ഗോ, ഇതെല്ലാം ഓർക്കുക. അപ്പോൾ ഇവിടെ പക്ഷേ ഇവര് ഈ വെർബിനൊന്നും ചെയ്യില്ല. അതേപടി മുന്നിൽ കൊണ്ടുവന്നിടും. വി ആർ ഹിയർ, ആറ് മുന്നിൽ കൊണ്ടുവന്നിട്ടാൽ ചോദ്യമായി. എഴുതുമ്പോൾ ക്വസ്റ്റ്യൻ മാർക്ക് കൂടിയിട്ടേക്കുക. ആർ വി ഹിയർ, ഞങ്ങൾ ഇവിടെയുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ഇവിടെയുണ്ടോ. രണ്ടിനും വി എന്നുള്ള വാക്കിനെ ഉപയോഗിക്കാം. ഞങ്ങൾ, നമ്മൾ. നമുക്ക് നോക്കാം. ആർ വി ഹിയർ, നമ്മൾ ഇവിടെയുണ്ടോ, അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെയുണ്ടോ. ഒരു കാര്യം ശ്രദ്ധിക്കണം, പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരുമിച്ച് പറയണം. ആർ വി ഹിയർ, ആർ വി ഹിയർ എന്നല്ല, ആർ വി ഹിയർ അല്ല, ആർ വി ഹിയർ, ആർ വി ഹിയർ. അതുപോലെ പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് തെറ്റില്ല ഒരിക്കലും. ഓക്കെ. ആർ വി ഹിയർ, ഞങ്ങൾ ഇവിടെയുണ്ടോ. ആർ വി ദർ, ഞങ്ങൾ അവിടെയുണ്ടോ. ആർ വി ഇൻ ദ ക്ലാസ് റൂം, ഞങ്ങൾ ക്ലാസ് റൂമിലുണ്ടോ. ആർ വി ഇൻ ദ ഹൗസ്, ഞങ്ങൾ വീട്ടിലുണ്ടോ. നീ യു വെച്ച്. ആർ യു ഹിയർ, നീ ഇവിടെയുണ്ടോ. ആർ യു ദർ, നീ അവിടെയുണ്ടോ. ആർ യു ഇൻ ദ ക്ലാസ് റൂം, നീ ക്ലാസ് റൂമിലുണ്ടോ. ആർ യു ഇൻ ദ ഹൗസ്, നീ വീട്ടിലുണ്ടോ. ദേ വെച്ച്. ആർ ദേ ഹിയർ, ആർ ദേ ഹിയർ, അവർ എവിടെയുണ്ടോ. ആർ ദേ ദർ, അവർ അവിടെയുണ്ടോ. ആർ ദേ ഇൻ ദ ക്ലാസ് റൂം, അവർ ക്ലാസ് റൂമിലുണ്ടോ. ആർ ദേ ഇൻ ദ ഹൗസ്, ആർ ദേ ഇൻ ദ ഹൗസ്, അവർ വീട്ടിലുണ്ടോ. ഇനി മൈ ടീച്ചേഴ്സ്, ടീച്ചേഴ്സ് പ്ലൂറലാണ്, അതുകൊണ്ടാണ് ആർ വയ്ക്കുന്നത്. ആർ മൈ ടീച്ചേഴ്സ് ഹിയർ. സാധാരണ നമ്മൾ അങ്ങനെ ചോദിക്കാറില്ല. കാരണം മൈ ടീച്ചേഴ്സ്, ടീച്ചേഴ്സിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടായിരിക്കും നമ്മൾ ഈ ചോദ്യം ചോദിക്കുന്നത്. അപ്പൊ ടീച്ചേഴ്സിന് വരെ എന്ത് വയ്ക്കും? ദേ വയ്ക്കും. ഓക്കെ. അപ്പൊ ആർ മൈ ടീച്ചേഴ്സ് ഹിയർ പറയാനും സുഖമില്ല അല്ലെ. ആർ ദേ ഹിയർ അതായിരിക്കും സാധാരണ ഉപയോഗിക്കുക. നമുക്കിനി ഇവ വെച്ചൊന്ന് പ്രാക്ടീസ് ചെയ്യാം. ആർ വി വിത്ത് മീ, ആർ വി വിത്ത് മീ, ഞങ്ങൾ എന്റെ കൂടെയുണ്ടോ. അതൊരു അർത്ഥമില്ലാത്ത വാചകമാണ്, വിട്ടേക്കുക. ആർ വി വിത്ത് അസ്, ഞങ്ങൾ ഞങ്ങളുടെ കൂടെയുണ്ടോ. അതും അർത്ഥമില്ലാത്ത വാചകമാണ്, നമ്മൾ അത് വിടുന്നു. ആർ വി വിത്ത് യു, ഞങ്ങൾ നിന്റെ കൂടെയുണ്ടോ. ആർ വി വിത്ത് യു, ഞങ്ങൾ നിന്റെ കൂടെയുണ്ടോ. അത്രയ്ക്ക് അർത്ഥമുള്ളതല്ല, അത് ചോദിക്കാം. ആർ വി വിത്ത് ഹിം, നമ്മൾ അവന്റെ കൂടെയുണ്ടോ. ആർ വി വിത്ത് ഹെർ, നമ്മൾ അവളുടെ കൂടെയുണ്ടോ. ആർ വി വിത്ത് ദം, നമ്മൾ അവരുടെ കൂടെയുണ്ടോ. ആർ വി വിത്ത് ദ ചിൽഡ്രൻ, നമ്മൾ കുട്ടികളുടെ കൂടെയുണ്ടോ. ചില വാചകങ്ങൾ അർത്ഥമില്ലെന്ന് തോന്നുകയാണെങ്കിൽ വിട്ടേക്ക്. ആർ യു വിത്ത് മീ, നീ എന്റെ കൂടെയുണ്ടോ. നീ എന്റെ കൂടെ നിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ആർ യു വിത്ത് മീ, നീ എന്റെ കൂടെയുണ്ടോ. ആർ യു വിത്ത് അസ്, നീ ഞങ്ങളുടെ ഒപ്പമാണോ, അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെയാണോ, അത് ഞങ്ങളുടെ കൂടെയുണ്ടോ. പല രീതിയിൽ ചോദിക്കാം. പ്രസൻസ്, സാന്നിധ്യം ആരുടെ കൂടെയാണ്. ആർ യു വിത്ത് അസ്, ഞങ്ങളുടെ ഒപ്പമാണോ, ഞങ്ങളുടെ കൂടെയുണ്ടോ. ഓക്കെ. ആർ യു വിത്ത് യു, അത് അർത്ഥമില്ലാത്ത വാചകമാണ്, അത് വിട്ടേക്കുക. ആർ യു വിത്ത് ഹിം, നീ അവന്റെ ഒപ്പമാണോ. ആർ യു വിത്ത് ഹിം, നീ അവന്റെ കൂടെയുണ്ടോ. ആർ യു വിത്ത് ഹെർ, നീ അവളുടെ കൂടെയുണ്ടോ. ആർ യു വിത്ത് ദം, നീ അവരുടെ കൂടെയുണ്ടോ. ആർ യു വിത്ത് ദ ചിൽഡ്രൻ, നീ കുട്ടികളുടെ കൂടെയുണ്ടോ. നിന്റെ വെച്ച്, അവർ അല്ലെങ്കിൽ ഇവർ. ആർ ദേ വിത്ത് മീ, അവർ എന്റെ കൂടെയുണ്ടോ, അല്ലെങ്കിൽ അവർ എന്റെ ഒപ്പമാണോ. ആർ ദേ വിത്ത് അസ്, അവർ നമ്മുടെ കൂടെയുണ്ടോ. ആർ ദേ വിത്ത് യു, അവർ നിന്റെ കൂടെയുണ്ടോ, അല്ലെങ്കിൽ അവർ നിന്റെ ഒപ്പമാണോ. ആർ ദേ വിത്ത് ഹിം, അവർ അവന്റെ കൂടെയുണ്ടോ. ആർ ദേ വിത്ത് ഹെർ, അവർ അവളുടെ കൂടെയുണ്ടോ. ആർ ദേ വിത്ത് ദം, അവർ അവരുടെ കൂടെയുണ്ടോ. അപ്പൊ 2 ഗ്രൂപ്പ് ഉണ്ട്. ഇവർ അവരുടെ കൂടെ ഉണ്ടോ എന്ന് ചോദിക്കാം. ആർ ദേ വിത്ത് ദം, ആർ ദേ വിത്ത് ദം. ആർ ദേ വിത്ത് ദ ചിൽഡ്രൻ, ആർ ദേ വിത്ത് ദ ചിൽഡ്രൻ, അവർ കുട്ടികളുടെ കൂടെയുണ്ടോ. ഇനി ആർ മൈ ടീച്ചേഴ്സ് വിത്ത് മീ, ആർ മൈ ടീച്ചേഴ്സ് വിത്ത്. സാധാരണ നമ്മൾ അങ്ങനെ ചോദിക്കാറില്ല. ചോദിക്കാം, പക്ഷെ സാധാരണ നമ്മള് ഈ ടീച്ചേഴ്സ് വരെ ദേ വയ്ക്കുള്ളൂ. അതിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. അതുപോലെ ഇതും ആർ യുവർ ബ്രദേഴ്സ് വിത്ത് മീ,
അങ്ങനെ ചോദിക്കാം. പക്ഷെ സാധാരണ നമ്മൾ ദേ വയ്ക്കുള്ളൂ, കാരണം ഇവരെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടായിരിക്കും ആർ ദേ വിത്ത് മീ എന്ന് ചോദിക്കുന്നത്. ഓക്കെ, ഇന്ന് രണ്ടാമത്തെ വാചകം നമ്മൾ കണ്ടു. കഴിഞ്ഞ ക്ലാസ്സിൽ വി ആർ ഹിയർ, ഞങ്ങൾ ഇവിടെ ഉണ്ട്. അതിന്റെ ചോദ്യം ആർ വി ഹിയർ, ഞങ്ങൾ ഇവിടെ ഉണ്ടോ? അതാണ് നമ്മൾ ഇന്ന് കണ്ടത്. ഇനി രണ്ട് വാചകങ്ങൾ കൂടിയുണ്ട്. നെഗറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ട്. 4 വാചകങ്ങളാണ് സാധാരണ നമ്മൾ കാണാറുള്ളത്. ഇത് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യാതെ നമ്മൾ ഭാഷ പഠിക്കില്ല. താല്പര്യമുള്ള ഒരാളെ കണ്ടെത്തി പ്രാക്ടീസ് ചെയ്യണം. ഒരാൾ മലയാളം പറയുന്നു, അതിന്റെ ഇംഗ്ലീഷ് മറ്റേയാൾ പറയുന്നു. അങ്ങനെ ഓരോ വാചകവും 10 പ്രാവശ്യമെങ്കിലും ആവർത്തിക്കുക. അപ്പോൾ നമ്മൾ പഠിക്കും. പിന്നെ ആ ഒരുമിച്ച് പറയുന്ന കാര്യമൊക്കെ പറഞ്ഞില്ലേ, ആർ വി, അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. പിന്നെ വെർബിന്റെ ലിസ്റ്റ് ഉണ്ട്, കുറച്ച് വെബ് സിലബസും പഠിക്കുക, പുതിയ വാക്കുകളും പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്. നമ്മൾ വെർബുകളാണ് കാണുന്നത്. വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകൾ അല്ലെ, വരിക, പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള്. അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് മലയാളത്തില് എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക, അങ്ങനെ ഒത്തിരി രൂപങ്ങൾ. എഴുതുക, എഴുതും, എഴുതുകയാണ്, എഴുതിയിട്ടുണ്ടായിരുന്നു, എഴുതുവാൻ, എഴുതുമായിരുന്നു, എഴുതണമായിരുന്നു, അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട്. അതുപോലെ ഇംഗ്ലീഷിലും ഉണ്ട്, ധാരാളം ഫോംസ് രൂപങ്ങളുണ്ട്. അതിൽ 4 എണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ. അതേതൊക്കെയാണ്? ഫോം എന്ന് വെച്ചാൽ രൂപം. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഈ 4 രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ 4 എണ്ണത്തില് ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസും മറ്റും ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ 4 എണ്ണം അറിഞ്ഞിരിക്കണം, എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ. ഉദാഹരണമായിട്ട് നമ്മൾ ബേസ് ഫോം അല്ലെ, ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന വെർബ് എടുക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? എഴുതുക. പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട്, റൈറ്റ്സും ഉണ്ട്. ഇത് പ്ലൂറൽ ആണ്, ഇത് സിംഗുലർ ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്? എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു. ഇത് രണ്ടുപേരെ അർത്ഥം മലയാളത്തില്. പല കുട്ടികളും പ്രസന്റ് ഫോമിൽ ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും. അത് തെറ്റാണ്. ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ്. എഴുതുക എന്നുള്ളത് ബേസ് ഫോമാണ്. ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ്? വാക്ക് എന്താണ്? റോട്ട്. അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ്. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട്, അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം. അതിന് പല അർത്ഥങ്ങളുണ്ട്, മാറി മാറി വരും. പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക, ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും, ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വെർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ, ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ്. സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ്. ഏത്? ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും. അർത്ഥം വ്യത്യാസമുണ്ട്. ബേസ് ഫോമിൽ എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ, പ്രസന്റ് ഫോമിൽ റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ 1,70,70,000-ലധികം വെർബുകൾ, ക്രിയകളുണ്ട്. അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച്, ബി എന്നൊരു വെർബ് ഉണ്ട് ഇംഗ്ലീഷില്, അത് ഒഴിച്ച് ബാക്കി എല്ലാ വെർബുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ, ഒരേ സ്പെല്ലിംഗ്, ഒരേ ഉച്ചാരണം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ ഇത് 3 പഠിക്കുന്നത്. അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. കം, കെയിം, കം, ഗോ, വെൻ, ഗോൺ, അത് തന്നെ സാധനം. പിന്നെ നേരത്തെ ഒരു കാര്യവും കൂടി, ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു 1,70,000-ൽ വെർബ്സ് ഉണ്ട്. അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താണ്. ഒരിക്കൽ കൂടി പറയട്ടെ, ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വെർബുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോമിന്റെ ഈ പ്ലൂറലിനോടുകൂടെ കൂട്ടിച്ചേർത്താണ്. അല്ലാതെ കുറെ വെർബ്സ് ഉണ്ട്. അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഒത്തിരി ഉപയോഗിക്കുന്നത്. അതിലൊരു ഒരെണ്ണമാണ് ഇത്, റൈറ്റ്, റോട്ട്, റിട്ടൺ. ഇത് മൂന്ന് രീതിയാണ്. റൈറ്റ് ഇത് വേറെ രീതി, റോട്ട് ഇത് റിട്ടൺ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് 3 പഠിക്കുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല, ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വരിക. ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും. പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കും അതിന്റെ അർത്ഥം. ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒന്ന് തന്നെ ആയിരിക്കും.
അപ്പൊ നമ്മളിത് 3 സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ശരിയായിട്ടൊന്ന് മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. നമ്മളൊരു 16 ലിസ്റ്റ് വെർബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സ് ആണ് ഇടിയും ചേർത്തതും ഉണ്ട്. പിന്നെ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട്. അത് നമ്മൾ പഠിക്കണം. ഇന്ന് നമ്മൾ കാണുന്നത് വെർബുകളുടെ ലിസ്റ്റിലെ 15ാമത്തെ ലിസ്റ്റ് ആണ്. വെർബുകളിലെ ഫോംസിൽ 4 ഫോംസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം. കാരണം ഇവ ഉപയോഗിച്ചാണ് ഇംഗ്ലീഷിലെ ടെൻസുകളും മറ്റൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ 4 ഫോം അറിയാതെ നമുക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് കറക്റ്റ് ആയിട്ട് സംസാരിക്കാനോ എഴുതാനോ സാധിക്കില്ല. മറ്റൊന്നുള്ളത് ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെയാണ് ഇംഗ്ലീഷിൽ. ഒരു വെർബ് ബി ഒഴിച്ച് നമ്മൾ നേരത്തെ കണ്ടു. എന്നാൽ അർത്ഥം വ്യത്യാസമുണ്ട്. മറ്റൊന്ന് പ്രസന്റ് ഫോമിന് പ്ലൂറലും ഉണ്ട്, സിംഗുലറും ഉണ്ട്. സാധാരണ എസ് എന്ന് കൂട്ടിച്ചേർക്കുമ്പോഴാണ് സിംഗുലർ ആകുന്നത്. ആ ലിസ്റ്റിൽ ആദ്യം കാണുക പ്രസന്റ് ഫോമിൽ ആദ്യം കാണുന്നത് പ്ലൂറലാണ്, രണ്ടാമത്തേതാണ് സിംഗുലർ. അർത്ഥം ഒന്ന് തന്നെയാണ്. അപ്പൊ നമ്മൾ 3 ഫോമേ പഠിക്കുള്ളൂ: പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. തുടങ്ങാം. Lie, lay, lain, see, saw, seen, speak, spoke, spoken, steal, stole, stolen, wear, wore, worn, write, wrote, written. ഈ വെർബുകളുടെ പ്രത്യേകത എന്താണ്? ഇത് 3 രീതിയിലാണ് അല്ലെ? പ്രസന്റ് ഫോമും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും വെവ്വേറെ രീതിയിലാണ്. ഇനി അടുത്തുള്ള ഇനിയുള്ള വെർബ്സ് ഒക്കെ നമ്മൾ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് പ്രസന്റ് ഫോം പ്ലൂറലിന്റെ കൂടെ ഡി എന്നോ ഇ ഡി എന്നോ കൂട്ടിച്ചേർത്താണ്. ഓക്കെ, നമുക്ക് കാണാം. afford, afforded, afforded, annoy, annoyed, annoyed, attach, attached, attached, alert, alerted, alerted, upload, uploaded, uploaded, attend, attended, attended, cow, cowed, cowed, cause, caused, caused, check, checked, checked, cuff, cuffed, cuffed, dare, dared, dared, depend, depended, depended, expand, expanded, expanded, fade, faded, faded, fetch, fetched, fetched, float, floated, floated, fix, fixed, fixed, guard, guarded, guarded, identify, identified, identified, interrupt, interrupted, interrupted, introduce, introduced, introduced, knit, knit, knit. അതിന് knitted, knitted എന്നും കൂടിയുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. multiply, multiplied, multiplied. ഈ വെർബുകളൊക്കെ ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബുകൾ ലിസ്റ്റിൽപ്പെട്ടതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ചിലതിലൊക്കെ സിംഗുലർ ആകുമ്പോൾ വെറുതെ എസ് ആയിരിക്കില്ല, സ്പെല്ലിങ്ങിലൊക്കെ ചിലപ്പോൾ വ്യത്യാസം വന്നിട്ടുണ്ടാവും. അപ്പൊ എഴുതുമ്പോൾ കറക്റ്റ് ആയിട്ട് എഴുതാൻ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെ പാസ്റ്റും പാസ്റ്റ് പാർട്ടിസിപ്പിളിലൊക്കെ ചിലപ്പോൾ അക്ഷരങ്ങൾ ഇരട്ടിച്ചിട്ടുണ്ടാവും. അതും പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.